لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل صدق الله العلي العظيم. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്തു. പറയൂ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സത്യം നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. ആ വന്നു കിട്ടിയ സന്മാർഗത്തിൻ്റെ സത്യത്തിൻ്റെ വഴി ആരുൾക്കൊണ്ടാലും അതിൻ്റെ സൽഫലം അവർക്ക് അനുഭവിക്കാം. ആ സത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കാതെ തെറ്റിപ്പോയാൽ അതിൻ്റെ ദുഷ്ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഞാനാകുന്ന ദൂതൻ നിങ്ങളുടെ ആരുടെയും വക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ല, എന്നെ അത് ഏൽപ്പിച്ചിട്ടുമില്ല. എനിക്ക് കിട്ടിയ നിർദ്ദേശം, എനിക്ക് ലഭിക്കുന്ന ബോധനം ഞാൻ പിൻപറ്റി ജീവിക്കണം എന്നതാണ്. അതിൻ്റെ പേരിൽ എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അതൊക്കെ സഹിക്കുകയും വേണം. ഏറ്റവും നല്ല വിധികർത്താവായ അള്ളാഹുവിൽ നിന്ന് വന്നു ചേരുന്ന വിധി എന്താണെന്ന് എനിക്കറിയില്ല. ആ വിധി വന്നു കിട്ടുന്നത് വരെ ഞാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി ക്ഷമാശീലനായി മുമ്പോട്ട് പോകണം. ഇതാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. പരിശുദ്ധ ഖുർആനിലെ യൂനുസ് എന്ന അധ്യായത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണിത്. ആ അധ്യായത്തിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നടത്തുവാനുള്ള പടച്ചവന്റെ നിർദ്ദേശമാണിത്.
ഈ അവസാന ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളിലേക്ക് സൂചന നൽകുവാൻ വേണ്ടിയാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ആരുടെയോ ദുരുദ്ദേശത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിലൊന്നാണല്ലോ പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലവ് ജിഹാദ്. എനിക്കതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്കതിലൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ജിഹാദ് ലവിലൂടെ നടക്കും. ലവ് ഇംഗ്ലീഷാണ്. എന്താണ് അതിന്റെ പരിഭാഷ എന്ന് ഇംഗ്ലീഷ് വേണ്ട പോലെ അറിയാത്ത എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്നാലും സ്നേഹം എന്നായിരിക്കും. അപ്പൊ ജിഹാദ് എന്ന് പറയുന്ന ഭീകരത സ്നേഹത്തിലൂടെ നടക്കും. ജിഹാദിനെ അങ്ങനെയാണല്ലോ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ജിഹാദ് എന്ന് പറയുന്നത് ഭീകരതയാണ്, യുദ്ധമാണ്, കലഹമാണ്, സംഘട്ടനമാണ്, ഏറ്റുമുട്ടലാണ്. അപ്പൊ അതെങ്ങനെയാണ് സ്നേഹത്തിലൂടെ നടക്കുക? അപ്പൊ എന്നാലും നടക്കുക എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും അവര് തന്നെ ചില പ്രയോഗങ്ങൾ നടത്തുമ്പോൾ, അവര് മാത്രമല്ല ആരും ചിലത് പ്രയോഗിക്കുമ്പോൾ അതിന്റെ മറുവശം ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കാതെ ചില പ്രയോഗങ്ങൾ കുറെ കഴിഞ്ഞതിന് ശേഷം അവരെന്നെ മാറ്റും. അങ്ങനെ ചിലതൊക്കെ പറയാതെ നമ്മൾ തന്നെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. അപ്പൊ ഇപ്പൊ അത് മാറ്റിയിട്ടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അപകടം എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് മാറ്റും. നമ്മൾ എത്രയോ കാലമായി പറയുന്നു ജിഹാദ് യുദ്ധമല്ല. ജിഹാദ് എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യർ നടത്തുന്ന, ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ മനുഷ്യർ നടത്തുന്ന നിരന്തരമായ പരിശ്രമം. അതിനെ അറബി ഭാഷയിൽ ജിഹാദ് എന്ന് പറയുകയുള്ളൂ. യുദ്ധമെന്ന അർത്ഥം ജിഹാദ് എന്ന വാക്കിനില്ല. ജിഹാദിന്റെ തുടക്കം വായനയാണ്, എഴുത്താണ്. അതിന്റെ അവസാനം ആ മാർഗത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്ന തടസ്സങ്ങളെ തട്ടിമാറ്റുക എന്ന് പറയുന്ന സംഗതിയുമാണ്. അവിടെ ഏറ്റുമുട്ടലും യുദ്ധമൊക്കെ ഉണ്ടാവും. അപ്പോൾ പേന കൊണ്ട് തുടങ്ങി, വായന കൊണ്ട് തുടങ്ങി, പിന്നെ മനുഷ്യന്റെ കർമ്മജീവിതത്തിലൂടെ മാതൃക കാണിച്ചുകൊണ്ട് ചെയ്തു പോരുന്ന മഹോന്നതമായ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന നിരന്തരമായ പരിശ്രമം. ജഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു എന്നാണ്. ജുഹദ് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ്, അധ്വാനം എന്നാണ്. അങ്ങനല്ലാത്തൊരു പരിഭാഷ ആ വാക്കിന് അറബി ഭാഷയിൽ ഇല്ല, ഉണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. തെറ്റായി ഉപയോഗിച്ചു പോകുന്ന ഒരു ശൈലിയാണ്. എന്നാലും ശരി, നിലനിൽക്കുന്നത് അതാണല്ലോ. ജിഹാദ്, യുദ്ധം, ഏറ്റുമുട്ടൽ, അക്രമം, അതിന്റെ അനുകൂലികളും പ്രതികൂലികളും എതിരാളികളും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരുമൊക്കെ അതാണ് ജിഹാദ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ജിഹാദിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ചില ആളുകൾ ആ വാക്കിന്റെ തോട്ടിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു വലിയ പടക്കുതിരയെയും, ആ പടക്കുതിര കൈകൾ രണ്ടും പൊന്തിച്ച് ഇങ്ങനെ യുദ്ധത്തിന് ഓടാൻ വേണ്ടി നിൽക്കുന്ന പടക്കുതിര, അതിന്റെ മുകളിലിരിക്കുന്ന മനുഷ്യൻ, ആ കുതിരയുടെയും അയാളുടെയും വലിപ്പത്തെക്കാൾ നീളമുള്ള ഒരു വാളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ജിഹാദിനെ പരിചയപ്പെടുത്താറുള്ളത്. അതൊക്കെ വലിയ സാലിഹായ അമലാണെന്നാണ് അത് പരിചയപ്പെടുത്തുന്ന ആളുകൾ കരുതുന്നത്. സാലിഹായ അമലാണെങ്കിൽ അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കട്ടെ, അതല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി അള്ളാഹു നൽകട്ടെ എന്ന് മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അതല്ലല്ലോ നമ്മളെ വിഷയം. എനിക്കുള്ള സന്തോഷം സ്നേഹം എന്ന വാക്ക് ജിഹാദിനോട് ചേർത്തു എന്നതാണ്. അതൊരു വലിയ സന്തോഷമാണ്. ഇനി അത് സംഗതി എന്തായാലും വിരോധമില്ല. അതെന്തിനു വേണ്ടി പ്രചരിപ്പിച്ചു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതവിടെ ഒരു നല്ല ഗുണമാണ് ചെയ്തത്. ഇതിന്റെ മുകളിൽ എന്താണാവോ? അപ്പോ ആ നല്ല ഗുണം അത് ഉൾക്കൊള്ളാം. അതിന്റെ മറുവശമൊക്കെ നമുക്കിനി പറഞ്ഞ് പോകാം.
എന്തുകൊണ്ട് അങ്ങനെ എന്ന കാര്യവും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ മാത്രമാണോ ഉത്തരവാദികൾ? അത്തരം പ്രചരണങ്ങൾ നടത്തുവാൻ അവർക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നവർ ഉത്തരവാദികളല്ലേ? ഇതാണ് ഈ ഖുതുബയിലെ എന്റെ വിഷയം. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ദീനാണ്. ആ ദീൻ മാത്രമേ അള്ളാഹുവിന്റെ അടുത്തുള്ളൂ, അള്ളാഹ് തന്നിട്ടുള്ളൂ. ആ ദീനിന് മതം എന്ന അർത്ഥം പറഞ്ഞതല്ലേ ഒന്നാമത്തെ തെറ്റ്. അള്ളാഹു നമുക്കൊരു മതം തന്നിട്ടില്ലല്ലോ. അള്ളാഹു നമുക്ക് നൽകിയതൊരു ദീനാണ്. മതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം തന്നെ അഭിപ്രായം എന്നാണ്. ഇത് അള്ളാഹുവിന്റെ ദീൻ ഒരാളുടെ അഭിപ്രായമല്ല. ഇത് വലിയ ഗഹനമായ വിഷയമൊന്നുമല്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം. സാധാരണ ശൈലിയിൽ ഞാൻ പറയാം. പടച്ച തമ്പുരാന്റെ ദീൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അത് ഈ ലോകത്ത് പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ പോലും അഭിപ്രായമല്ല. മതം എന്ന് പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുക നിഹലത്തുൻ എന്നാണ്, അതല്ലെങ്കിൽ മദ്ഹബ് എന്നാണ്. ആ വിഷയത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാര് പണ്ടേ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അല്ലാമ ഷഹ്റസ്ഥാനിയുടെ സുപ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ പേര് അൽ മിലലു വൻ നിഹൽ എന്നാണ്. പിന്നെ അതിന് പറയുന്ന വാക്ക് അറബിയിൽ മദ്ഹബ് എന്നാണ്. അദ്ദേഹത്തിന്റെ മദ്ഹബ് അതാണ്. ദീനിന് മതം എന്നർത്ഥം പറഞ്ഞതാണ് മലയാളികൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേറൊരു ഭാഷയിലും അതില്ല കേട്ടോ. വേറൊരു ഭാഷയിലും ഈ മതം എന്ന സാധനം ഉപയോഗിച്ചിട്ടില്ല. ഉറുദുവിലില്ല, ഫാർസിയിലില്ല, അറബിയിലില്ല. അതേപോലെ ഇംഗ്ലീഷിലേതാ റിലീജിയൻ എന്ന് പറയാറുണ്ട്. അതവർ ബോധപൂർവം തന്നെ അങ്ങനെ ഉണ്ടാക്കിയത്. അറബികൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അവർക്ക് ദീൻ മാത്രമേ അറിയുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീൻ. അത് ഏതെങ്കിലും ഒരു പ്രവാചകനിൽ തുടങ്ങി അവസാനിച്ചതല്ല. ആദ്യത്തെ മനുഷ്യൻ, നേരത്തെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ പടച്ചതമ്പുരാൻ തീരുമാനമെടുത്ത ഒന്നിന്റെ പേരാണ് ഇസ്ലാം. എന്നാൽ അവൻ സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും അവന് വിധേയമായി നിലനിൽക്കാൻ വേണ്ടിയാണ് അവൻ സൃഷ്ടിച്ചത്. അതാണ് ഇസ്ലാം, അതാണ് ദീൻ. ഒരു നിയമസംഹിത, ഒരു വ്യവസ്ഥിതി, ഒരു ജീവിത പദ്ധതി. അത് ലോകത്തെ അല്ലെങ്കിൽ മലയാളികളെ, ഭൂമി മലയാളത്തിലെ മലയാളികളുടെ ചെവിയിൽ ആദ്യമായി ബോധം നൽകിയവർ പോലും ദീനിന് മതം എന്ന് തന്നെ അർത്ഥം പറയുമ്പോൾ ഖേദം, സങ്കടം, ദുഃഖം. പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ എഴുതിയവർ മലയാളത്തിൽ പ്രഗത്ഭരായ വിപ്ലവകാരികളുടെ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ അവരുദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നല്ല പറയേണ്ടത്. അവരെങ്ങാനും ജീവിച്ചിരുന്നു ഈ പരിഭാഷ ഇറങ്ങുന്ന സമയത്തെങ്കിൽ അവരതിനെതിരിൽ കർശനമായ നടപടിയെടുക്കുമായിരുന്നു. ഷഹീദ് സയ്യിദ് കുത്തുബ്, അതേപോലെ തന്നെ മഹാപണ്ഡിതന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും, സയ്യിദ് മൗദൂദി ഉൾപ്പെടെ, സയ്യിദ് സുലൈമാൻ നദവി ഉൾപ്പെടെ, മൻസൂർ ആലം ഉൾപ്പെടെ അള്ളാഹുവിന്റെ ദീനിനെ ഒരു വിപ്ലവ പ്രസ്ഥാനമായി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമെടുത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അവർക്ക് സഹിക്കാൻ കഴിയാത്ത മലയാള പരിഭാഷ കൊടുത്തു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ രീതി. ആ ഖുർആൻ വ്യാഖ്യാതാക്കളോട് കാണിച്ച ഏറ്റവും വലിയ രീതി. മതം മതം മതം, അതേപോലെ ഇബാദത്തിന് ആരാധന ആരാധന ആരാധന. അതിനെതിരിലാണ് അവർ പൊരുതിയത്. ഇതൊരു മതമല്ല എന്നാണ് അവർ പറഞ്ഞത്, ഇതൊരു ദീനാണ്. ഈ ദീൻ എന്ന് പറയുന്നത് പടച്ചവൻ നൽകിയതാണ്. ആ ദീൻ അംഗീകരിച്ച് ജീവിക്കുവാനും ജീവിക്കാതിരിക്കാനും അത് തള്ളിക്കളയാനും അതിനെ നിഷേധിക്കുവാനും അതിനെതിരിൽ പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അവൻ നൽകിയതാണ്, പടച്ചവൻ നൽകിയതാ, അള്ളാഹുവാണ് നൽകിയത്.
അള്ളാഹുവിന്റെ ദീൻ അവൻ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അവൻ പഠിച്ച വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ അത് സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കിത് പിൻപറ്റാം. അല്ല, പിൻപറ്റാതിരിക്കലാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അതിനും നിനക്ക് സ്വാതന്ത്ര്യം. ഫമൻ ശാ ഫല്യുമിൻ വമൻ ശാ ഫല്യക്ഫുർ. ഇതേ സൂറയിൽ തന്നെ അല്ലാഹു അത് പറയുന്നു. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലഹും ജമിഅ. നിന്റെ രക്ഷിതാവ് തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മൂമിനുകളായി തീരുമായിരുന്നു. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലഹും ജമിഅ അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മൂമിനാകണമെന്ന് പടച്ചവൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അവരൊക്കെ മൂമിനുകളാവുമായിരുന്നു. അങ്ങനെ പടച്ചവൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. അഫഅൻത തുക്രിഹുൻ നാസ. പടച്ച തമ്പുരാൻ പടച്ച സൃഷ്ടിജാലങ്ങളിലെ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വളരെ ഗൗരവത്തോടുകൂടി അല്ല ചോദിക്കല, അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. ഈ മനുഷ്യരൊക്കെ മൂമിനീകളാകാൻ നീ അവരെ നിർബന്ധിക്കുകയാണോ? അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അറബി ഭാഷ അറിയുന്നവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. നിങ്ങളുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷത്തിനും അറിയാതെ. അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. പിന്നെ നീ എന്തിനാ ഇവരെ മുഅ്മിനീങ്ങളാകാൻ നിർബന്ധിക്കുന്നത്? ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു ചോദിച്ചതാ. ഈ മനസ്സ് നമുക്കുണ്ടോ? അതായത് ഇപ്പോൾ ജീവിക്കുന്ന മുഅ്മിനുകൾക്കുണ്ടോ? ഇവരെല്ലാവരും മുഅ്മിനീങ്ങളാകണമെന്ന് നിർബന്ധിക്കുന്ന സ്വഭാവം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? എങ്കിൽ അത് ഖുർആനെതിരാ. അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലാണ്. അതാണ് അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു. വലൗ ശാ റബ്ബുക. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളാകുമായിരുന്നു എന്ന് വേറൊരിടത്ത് സൂറത്ത് യൂസുഫിലാണ്. പക്ഷേ അല്ലാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ പടച്ച തമ്പുരാൻ പറഞ്ഞുകൊടുത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യമാണ് ഈ ആയത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതെന്താ? പറയൂ ഇവരോട്. കൊൽ, പറയൂ. ആരാണോ പ്രബോധനം ചെയ്യുന്നത് അവനോടാണ് ഈ കൊൽ. അത് അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട്. ഞാനാണിപ്പോ പറയുന്നത് എന്നോട്. കൊൽ, നീ പറയൂ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സത്യം വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ വിവരിച്ചു തരുന്നത് സത്യമാണ്. ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് വന്നതാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു. അതേ കാര്യം തന്നെ എന്നോടും നിങ്ങളോടും അല്ലാഹു പറയാൻ പറയുന്നു. നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ രക്ഷിതാവ് ആരാണോ അവരിൽ നിന്ന് സത്യം ഇതാ നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. അത് വന്നു കിട്ടിയാലോ അത് നിങ്ങൾ പിൻപറ്റണം. പറഞ്ഞില്ല, അതല്ല പറഞ്ഞത്. ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. നിങ്ങൾക്ക് ആ വന്നു കിട്ടിയ സത്യം, ആ സത്യത്തിന്റെ പാത നിങ്ങൾ സ്വീകരിച്ചാൽ, ആര് സ്വീകരിച്ചാലും, ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, ആ പാത സ്വീകരിക്കുന്നതിലൂടെയുള്ള നേട്ടം അവർക്ക് തന്നെ ലഭിക്കും. അതിന്റെ ഗുണം അവർക്കാണ്. വമല്ല ഫഇന്നമാ യദില്ലു അലൈഹ. ആ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വേറെ പാതകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ, വേറെ വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ, ഫഇന്നമാ യദില്ലു അലൈഹ, ആ വഴി സ്വീകരിച്ചതിന്റെ എല്ലാ കോട്ടമാണെങ്കിൽ കോട്ടം, നേട്ടമാണെങ്കിൽ നേട്ടം, അത് അവരനുഭവിക്കേണ്ടത്. ഫഇന്നമാ യദില്ലു അലൈഹ. അപ്പൊ നിങ്ങൾ വഴിതെറ്റിയാൽ അതിന്റെ ദോഷവും, നിങ്ങൾ വഴി സ്വീകരിച്ചാൽ അതിന്റെ ഗുണവും നിങ്ങൾക്കുള്ളതാണ്. ഈ രണ്ട് മാർഗത്തിലേക്കും പടച്ച തമ്പുരാൻ നിങ്ങളെ ശക്തി ഉപയോഗിച്ച് തിരിച്ചുവിട്ടിട്ടില്ല.
നിങ്ങൾക്കതാവാം ഇതാകാം. ഈ സ്വാതന്ത്ര്യം പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട് ഈ ദീനിന്റെ കാര്യത്തിൽ. ഇത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ഇത് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ തുടക്കം മുതൽ വെച്ചതാ. അത് നബി അലൈഹിസ്സലാമാണ് അത് ആദ്യം പ്രബോധനം ചെയ്തതെങ്കിൽ അന്ന് മുതൽ കഴിഞ്ഞു കടന്നു പോന്ന കോടിക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ഈ സന്ദേശം ലോകത്തിലെത്തിച്ചപ്പോഴെല്ലാം ആ പ്രവാചകന്മാരിലൂടെ അല്ലാഹു നൽകിയ സന്ദേശം ഇത് അംഗീകരിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്, ഇത് തള്ളിക്കളഞ്ഞാലോ അതിന്റെ ദോഷവും നിങ്ങൾക്കാണ്. അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടണോ ഈ വഴി കൂടി പോയിക്കോ, അല്ല മറ്റേ വഴി കൂടിയാണ് പോകുന്ന അതിന്റെ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒമാന അലൈക്കും ബി വക്കീൽ, ഞാൻ നിങ്ങളുടെ വക്കീലല്ല. നീ മനസ്സിലാവുമല്ലോ, മലയാളത്തിൽ പരിഭാഷ പറയേണ്ടത്. ഞാൻ നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ല. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുക എന്ന പണി മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഒമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായി കാര്യങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക. അതിനപ്പുറം ഒരു പ്രവാചകനെ അല്ലാഹു ഒരു ചുമതല ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികളും അത്തരം ചുമതലകൾ ഏറ്റെടുക്കാൻ പോകരുത്. ഇങ്ങോട്ട് വരണം, ഇവിടെ വരണം, ഞാൻ പറഞ്ഞത് കേൾക്കണം, ഞങ്ങളെ കൂടെ വരണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ ഞങ്ങൾ വിടൂല. ഇത് അല്ലാഹു അവന്റെ പ്രവാചകന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു സംഗതി. അവിടെ കൈകടത്തിയാൽ ആ വഴിയിലേക്ക് വരാത്തവർ അനുഭവിക്കുന്ന അതേ ശിക്ഷ ആ വഴിയിൽ നിർബന്ധിക്കുന്നവരും അനുഭവിക്കേണ്ടി വരും. അഫഅന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. പഠിച്ചവൻ മനുഷ്യനെ പഠിച്ചതിനെങ്ങനെ. ഈ സ്വാതന്ത്ര്യമാണ് അല്ലാഹു ഇസ്ലാമിലൂടെ അവന്റെ ദീനിലൂടെ ലോകത്തിന് നൽകിയത്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പറയാനുള്ള സ്വാതന്ത്ര്യം, അറിയാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലിക അവകാശങ്ങളാണ്, മനുഷ്യന്റെ മൗലികമായ സ്വാതന്ത്ര്യമാണ്. അതിൽ കൈകടത്തുവാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. അതിൽ കൈകടത്തുവാൻ ലോകത്തൊരു മനുഷ്യനും അനുവാദവും നൽകിയിട്ടില്ല. ഇപ്പോ ലവ് ജിഹാദ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തിനതിലേക്ക് കടന്നു പോകുന്നു? മതം മാറ്റം. ചിലർ പറയും മതം മാറ്റം സ്വാതന്ത്ര്യത്തിൽപ്പെട്ടു. ആദർശമാറ്റോ? കമ്മ്യൂണിസ്റ്റുകാരൻ ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാരനായി, നാളെ അയാൾക്ക് കോൺഗ്രസ്സുകാരനാകുന്നതിന് ഇവിടെ വല്ല തടസ്സമുണ്ടോ? നാളെ മറ്റൊന്ന് അയാളെ BJP-ക്കാരനാകുന്നതിന് തടസ്സമുണ്ടോ? അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ആദർശം സ്വീകരിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? ആദർശമാറ്റം ഇവിടെ കുറ്റകരമാണോ? പാർട്ടി മാറുന്നത് കുറ്റകരമാണോ? സംഘടന മാറുന്നത് കുറ്റകരമാണോ? നമ്മളില്ലാത്ത ഒരു പേരുണ്ടാക്കി കൊടുത്ത് ഇസ്ലാമിനെ മതമാക്കി മാറ്റിയിട്ട് ആ ഇസ്ലാമിന്റെ മതമെന്ന് പറയുന്ന അതിനെ അംഗീകരിച്ച ഒരു ജാതി സമുദായത്തെ അവിടെ ഉണ്ടാക്കിയിട്ട് ആ ജാതി സമുദായത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നതിനെ മതമാറ്റം എന്ന് പറയുകയും മതപരിവർത്തനം എന്ന് പറയുകയും ചെയ്യുന്നതിന് ഇസ്ലാമുമായി എന്ത് ബന്ധം? അള്ളാഹുവിന്റെ ദീനുമായി എന്ത് ബന്ധം? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ വേറെ. കമ്മ്യൂണിസം ഒരു ആദർശ പ്രസ്ഥാനമാണ്, ക്യാപിറ്റലിസം ഒരു ആദർശ പ്രസ്ഥാനമാണ്. അതേപോലെ ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ആദർശ പ്രസ്ഥാനങ്ങൾ. ആ ആദർശ പ്രസ്ഥാനങ്ങളാണ് ഇസ്ലാമിന്റെ മറുവശം. മറ്റതൊക്കെ മനുഷ്യനുണ്ടാക്കിയ മതം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനുണ്ടാക്കിയതാണ്. ഒരു മതവും ഒരു പ്രവാചകനും ഇവിടെ പ്രബോധനം ചെയ്തിട്ടില്ല. ഒരു മതവും പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുമില്ല. പടച്ചവൻ കൊടുത്ത ദീനാണ്. ദീനിനെന്താ പിന്നെ പരിഭാഷ പറയാന്ന് ചോദിച്ചു ഒരാളല്ല ഒരുപാട് ആൾക്കാർ. പരിഭാഷ പറയാനല്ലോ. അള്ളാഹ് നിങ്ങൾ എന്താ പരിഭാഷ പറയല്? അള്ളാഹു എന്നതിന് നിങ്ങൾ പരിഭാഷ കൊടുത്ത പരിഭാഷ എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ?
എന്നതുപോലെ നിങ്ങൾ ദീൻ എന്ന് പറയൂ. അതേപോലെ നിങ്ങൾക്ക് പരിഭാഷ പറയാൻ പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞോളൂ. പിന്നെ വേണമെങ്കിൽ ജീവിത വ്യവസ്ഥിതി, അല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ വെളിച്ചം, അല്ലെങ്കിൽ ദർശനം, ഇതൊക്കെ ഖുർആൻ ഉപയോഗിച്ചതാ. എന്തിന് നിങ്ങൾ മനുഷ്യനുണ്ടാക്കിയ മതം എന്ന് പറയുന്ന ഈ വാക്കിന്റെ പിന്നാലെ പോയി ആ മതം അംഗീകരിച്ച മനുഷ്യരെ ജാതി സമുദായമാക്കിയിട്ട് ആ ജാതി സമുദായത്തിന്റെ പിന്നാലെ പോയിട്ട് അതിന്റെ ദുഷ്ഫലം അനുഭവിക്കുമ്പോൾ അവിടെ ജിഹാദും ഹിന്ദു മതം, മുസ്ലിം മതം, ജാതി മതം, ക്രിസ്ത്യൻ മതം, ബുദ്ധമതം, അക്കൂട്ടത്തിൽ ഇസ്ലാം മതം. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിനോട് കാണിച്ച ക്രൂരത ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. അതിന്റെ പേരിൽ ഒരാൾ ബലിയാടാവുകയും ചെയ്യണമല്ലോ. അത് ഞാനായിക്കോട്ടെ. പക്ഷേ ഇത് അള്ളാഹുവിന്റെ ദീനിനോട് കാണിച്ച ക്രൂരതയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയൂ ദീൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ദർശനം, ദൈവിക ദർശനം. മലയാളത്തിൽ പരിഭാഷ പറയേണ്ടതില്ലാത്ത വാക്കാണത്. ദീൻ എന്നതിന് ഉറുദുവിലെ പരിഭാഷ എന്ത്? ദീൻ എന്നതിന് ഫാരിസിയിലെ പരിഭാഷ എന്ത്? ഇല്ലല്ലോ. അവര് ദീൻ തന്നെ പറയാ. അല്ലാഹ് ദീൻ, അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹുവിന്റെ മതം എന്ന് അവർ പരിഭാഷപ്പെടുത്താറുണ്ടോ? എന്നിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അള്ളാഹുവിന്റെ ദീനിന് വേറൊരു ഭാഷയിൽ പരിഭാഷപ്പെടുത്താത്തത് കൊണ്ട് വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് ദോഷമാണ് സംഭവിച്ചത്? അവര് ദീൻ തന്നെ പറഞ്ഞിട്ട് പരിചയപ്പെടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അവര് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയല്ലേ? എന്തേ നമുക്കിങ്ങനെ ഒരു ദുർവാശിയുണ്ടായി? നമുക്ക് ജാതി സമുദായം വേണം. അള്ളാന്റെ ദീൻ നമുക്ക് വിഷയമല്ല. ദൈവത്തെ നിഷേധിക്കുന്നവനാണെങ്കിലും പടച്ചവനെ നിഷേധിക്കുന്നവനാണെങ്കിലും പടച്ചവന്റെ നിയമങ്ങളെ നിഷേധിക്കുകയല്ല, പടച്ചവന്റെ അസ്തിത്വത്തെ പോലെ നിഷേധിക്കുന്നുവെങ്കിലും ജാതി സമുദായം നമ്മളെ വിട്ടുപോകില്ലല്ലോ. ജാതി സമുദായത്തിൽ നമ്മൾ രക്ഷപ്പെടില്ല. അതിന് നമ്മൾ ആയുധത്തിലായിരിക്കും. യുക്തിവാദിയായ അബ്ദുൽ കരീം, ദൈവനിഷേധിയായ അബ്ദുൽ കരീമിനെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നതും പള്ളിയിലെ കാളി തന്നെ നിക്കാഹ് ചൊല്ലിക്കൊടുക്കുന്നത്. ഈ ദീനിൽ നിന്ന് പോയോ? അല്ലെ ദീനിലാണോ? അള്ളാന്റെ ദീനിലാണോ? അള്ളാന്റെ ദീനിലാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനെങ്ങനെ അള്ളാന്റെ ദീനിലുണ്ടാകുക? പക്ഷേ ജാതി സമുദായം നമ്മളെ പിടികൂടിയിരിക്കുന്നു. കമ്പിളിക്കെട്ടാണത്. ആ കമ്പിളിക്കെട്ടിന് നമ്മളെ വിട്ടാലും നമ്മളെ അത് വിടില്ല. അവിടെ നിൽക്കുകയാണ് എല്ലാ വിഭാഗവും. വേദനയോടുകൂടെ ഞാൻ ഓർക്കുന്നു, എല്ലാ വിഭാഗവും മാറണം അവിടെ നിന്ന്. എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ദീനിൽ ഇവരെല്ലാവരും ഉണ്ടാകും. നിങ്ങൾ അലവലാദികളായി കാണുന്ന മുഴുവൻ മതവിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ആ ദീനിന്റെ അവശിഷ്ടങ്ങളാണ്. ആ ദീനിലേക്ക് അവരെ വിളിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ദീൻ അതാണ്. ദൈവിക ദർശനത്തിലേക്ക് അവരെ വിളിക്കണം. അവിടെ ജാതിയില്ല, മതമില്ല, അവിടെ സമുദായമില്ല, അവിടെ മനുഷ്യർ മാത്രം. പറയൂ, കുൽ യാ അയ്യുഹന്നാസ്, പറയൂ ജനങ്ങളെ, ഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, അൽ ഹഖ്, സത്യസന്ധമായ ദർശനം നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, എന്റെ രക്ഷിതാവിനല്ല, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സത്യസന്ധമായ ദർശനം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഫമൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വമാ അന അലൈക്കും ബിവക്കീൽ. അത് പിൻപറ്റുകയാണെങ്കിൽ അതിന്റെ സൽഫലം, അല്ല അതിൽ നിന്ന് തെറ്റിയിട്ട് വേറെ വഴിക്കാൻ പോകുന്നെങ്കിൽ ദുഷ്ഫലം. അത് ഞാനല്ല അനുഭവിക്കേണ്ടത്, നിങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നതിന്റെ നിങ്ങൾ അനുഭവിക്കണം, നല്ലതാണെങ്കിലോ അല്ലെങ്കിലോ. എന്തൊരു ബോധവൽക്കരണം, എന്തൊരു പ്രഖ്യാപനം.
ഇവിടെയാണ് ഒരു ഇസ്ലാമിസ്റ്റ് നിലനിൽക്കുന്നതെങ്കിൽ, ഇവിടെയാണ് ഒരു മോമിൻ നിലനിൽക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റുമുട്ടലുണ്ടാകുമോ? സത്യസന്ധമായി പടച്ചതമ്പുരാന്റെ ദർശനം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുണ്ടോ വേണമെങ്കിൽ എടുത്തോ, ഇല്ലേ നിങ്ങൾ തള്ളിക്കോ. പടച്ചതമ്പുരാൻ അതല്ലേ പറഞ്ഞത്, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമിയ. അള്ളാഹു തീരുമാനിച്ചിട്ടില്ലാത്തൊരു കാര്യം തീരുമാനമെടുത്തുകൊണ്ട് ആളെ വലിച്ചു കൂട്ടാൻ നടക്കുന്നത് എന്തിന് നിങ്ങൾ? പടച്ചതമ്പുരാന്റെ തീരുമാനം അവിടെ എത്താനാണെങ്കിൽ അവിടെ എത്തിക്കൊള്ളും. നിങ്ങൾക്ക് ഈ സംഗതി കണ്ട് എത്തിച്ചു കൊടുത്താൽ പോരെ, ഇതങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ. ഈ വലിയ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപനം ചെയ്യുകയാണ്. ആ പ്രഖ്യാപനം നടത്തുവാൻ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുക. അവിടെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. മതം മാറുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നു ഇവർ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിയമങ്ങൾ കൊണ്ടുവരാം. ആദർശമാറ്റത്തിന് നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? ആദർശം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലല്ലേ? അതിനെങ്ങനെ നിയമം കൊണ്ടുവരും? ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീൻ എന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ ദർശനത്തിൽ ഇക്റാഹില്ല, നിർബന്ധിക്കുക എന്ന സംഗതിയേ ഇല്ല, നിർബന്ധിച്ചിട്ട് നടക്കുകയുമില്ല. ഒരാളുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വിശ്വാസത്തിൽ നിന്ന് അയാളെ മാറ്റിയെടുക്കുവാൻ ലോകത്താർക്കും സാധ്യമല്ല. പലരും ആ മാർഗത്തിൽ മരിച്ചുപോയില്ലേ? ചിലർ എഴുതി കൊടുത്തല്ലോ, ഞാൻ മാറിയിരിക്കുന്നു. ഗലീലിയൊക്കെ എഴുതി കൊടുത്തു, അത് മാറിയോ? മാറിയില്ല. മനുഷ്യന്റെ മനസ്സിൽ മാത്രം സ്ഥിരപ്രതിഷ്ഠയുള്ള വിശ്വാസമല്ലെങ്കിൽ ആദർശം അതിൽ നിർബന്ധം ചെലുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതേസമയത്ത് ഇവിടെ നിലവിലുള്ള ജാതി സമുദായം, മതസമുദായം, ആ ജാതി ഈ ജാതിയിലേക്ക്, ഈ ജാതി ആ ജാതിയിലേക്ക് പോകുന്ന രീതി, അത് വേണമെങ്കിൽ ഒരു നിയമം ഭരണഘടന മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഭരണഘടന വ്യാഖ്യാനിച്ചിട്ടോ ഒരു നിയമം കൊണ്ടോ തടസ്സപ്പെടുത്താൻ പറ്റും. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരനാകാൻ പാടില്ല, കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പാടില്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും രണ്ട് ഇഷ്ടങ്ങളായി മാറിയിട്ട് ഇത് അങ്ങോട്ടാകാൻ പാടില്ല ഇങ്ങോട്ടാകാൻ പാടില്ല. ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യമാണോ? ഇതാണ് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ അവസ്ഥയെങ്കിൽ എന്തിന് നാം ഇവിടെ തുള്ളിച്ചാടുന്നു? ഭരണഘടന അനുവദിച്ചതാണ്, അനുവദിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്തിന്? സമൂഹമേ, ഇസ്ലാമിക സമൂഹമേ, നിങ്ങളൊരു മതത്തിന്റെ ആൾക്കാരല്ലല്ലോ. നിങ്ങൾ പടച്ചതമ്പുരാന്റെ ദീനിന്റെ അനുയായികളല്ലേ? ആ ദീനിൽ നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്കെന്തേ ആ ദീനിനെ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൂടെ? ഇത് അവതരിപ്പിക്കാതെ ഇതിനെ ഒരു സങ്കുചിത മതമാക്കി മാറ്റി, ആ മതത്തിൽ വരുന്നവരെ ജാതി സമുദായങ്ങളാക്കി മാറ്റി. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ജനങ്ങൾ തുരുതുര ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. തുരുതുര ഇതിലേക്ക് വരുന്നതിന് പകരം ഇതിൽ നിന്ന് ഈ ജാതി സമ്പ്രദായത്തിന്റെ മാമൂലുകൾ കൊണ്ട് ഇതിൽ നിന്ന് തുരുതുര ഒഴുകി പുറത്തേക്ക് പോകുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ? മാറി ചിന്തിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നവർക്കെങ്കിലും ആ മാറ്റത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടെ? എന്താണ് തടസ്സം? അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഈ മനസ്സിലാക്കിയ സാധനമല്ല. ആ ദീനിന്റെ അനുയായികൾ നമ്മൾ മനസ്സിലാക്കിയ ജാതിയുമല്ല, സമുദായവുമല്ല. ജാതീസത്തിനെതിരിലും സാമുദായികതക്കെതിരിലും അങ്ങനെ ലോകത്ത് നിലവിലുണ്ടായിരുന്ന മുഴുവൻ ഉച്ചനീചത്വങ്ങൾക്കും എതിരിൽ നിലയുറപ്പിച്ചുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ തുടക്കം ഒന്നിൽ നിന്നാണ്, നിങ്ങളുടെ ഉമ്മ ഒന്നാണ്, ബാപ്പ ഒന്നാണ്, നിങ്ങളുടെ തറവാടൊന്നാണ്, നിങ്ങളെ ഗോത്രമൊന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാനവാക്യം മനുഷ്യ സമൂഹത്തെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളാക്കി ഈ ലോകത്തിന്റെ മുമ്പിൽ ഉച്ചനീചത്വങ്ങൾക്കെതിരിൽ സമരം ചെയ്ത പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ലോകം കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട ഉച്ചനീചത്വത്തിലൂടെ കടന്നു പോവുകയോ ഇസ്ലാമിന്റെ അനുയായികൾ? മാറി ചിന്തിക്കുവാനുള്ളൊരാഹ്വാനമാണിത്. ഇത് പറയാൻ ആരെങ്കിലും വേണമല്ലോ.
പറയുന്നവൻ കുറ്റക്കാരനും പറയുന്നവൻ തെറ്റുകാരനുമാണെങ്കിൽ പടച്ചവൻ പുറത്തു തരട്ടെ. അതല്ലെങ്കിലോ ആ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാകണമെന്ന വിനീതമായ അപേക്ഷയാണ് എനിക്ക് സമർപ്പിക്കുവാനുള്ളത്. അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ.